സൗമ്യ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എംടി ഹോൾ വീഡിയോന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ബോഡി കെയർസ് ആൻഡ് മേക്കപ്സ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ബോഡി വൈസിന്റെ 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ആണ്. ഇതൊരു കിടിലം പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ ബോഡിയിൽ ഇപ്പൊ തരിന്നും യൂഷ്വലി ഇപ്പൊ പുറകിലാണ് നമുക്ക് കാണാം തരിന്നൊരു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവും. അത് പോവാനായിട്ട് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ പാക്കേജ് തന്നെ നല്ല കിടിലനാണ്, നല്ല പമ്പ് പാക്കേജിങ് ആണ്. ആൻഡ് ഇതിന്റെ ലിക്വിഡ് വന്നിട്ട് നല്ല ബ്ലൂ കളറിൽ അതിൽ കുറച്ച് ഗ്രാനുവൽസ് ഉണ്ട്, നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കിടിലൻ സാധനമാണ്. ഗോ ഫോർ ഇറ്റ്. കുറച്ച് പ്രൈസി ആണ്, ബട്ട് ദാറ്റ് ഈസ് വർത്ത് ദ മണി. And I would rate this a 10 out of 10. Next is one of the favorite Good Vibes in the product ആണ് 100% pure Insta Glow powder. Upton powder ആണ്. ഇതൊരു കിടിലൻ സാധനമാണ്. ഫേസ് പാക്കിന്റെ പൗഡർ ആണ്. ഇതിന്റെ സ്മെല്ല് നല്ല കിടിലാണ്. ഇത് കുറച്ച് വാട്ടറിലോ അല്ലെങ്കിൽ തൈരിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ ടാന് അടിപൊളിയായിട്ട് മാറും. നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 325 എങ്ങാണ്ടാണ് പ്രൈസ്. ഇതൊരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഐ വുഡ് റേറ്റ് ദിസ് 100 out of 10. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഒരിടയ്ക്ക് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പൊ കുറച്ചൊരു ഹൈപ്പ് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. രണ്ട് നല്ല പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത പ്രോഡക്റ്റ് ആവാല്ലേ. ദ വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ഐ ഹാവ് എവർ ട്രൈഡ്. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചാന്നറിയോ? മിനിസോന്ന് വാങ്ങിച്ചതാണ്. സിലിക്കി ക്വിക്ക് വാക്സിൻ സ്ട്രിപ്പ്, ലോങ് ലാസ്റ്റിംഗ് ഷിയർ ബട്ടർ, ഫുൾ ബോഡി ആൻഡ് ലെഗ്സ്, നോ സ്റ്റിക്കി റെസിഡ്യൂ, യൂസ്ഫുൾ ഫോർ ഡ്രൈ സ്കിൻ. 10+2 വൈപ്പ് സ്ട്രിപ്സ് ആണ് ഇതിലുള്ളത്. എൻ്റെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടാണ് വാക്സിൻ സ്ട്രിപ്പ് വീട്ടിൽ ട്രൈ ചെയ്യണത്. ഞാൻ ഇതുവരെ വാക്സും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഒട്ടിച്ച കാല് വലിയ പ്രതീക്ഷയോടുകൂടി ഒട്ടിച്ച് മുടിയൊന്നിട്ട് വന്നൂല്യതാനും അതിന്റെ പശ മൊത്തം എൻ്റെ കാലിലായി. അത് പോവാനായിട്ട് ഞാൻ എണ്ണിട്ട് ഉരച്ചു. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ പശ എൻ്റെ കാലിൽ നിന്ന് പോയത്. നിങ്ങൾ മിനിസോന്ന് ഒരിക്കലും ഈ വാക്സിൻ സ്ട്രിപ്പ് ഒരിക്കലും ട്രൈ ചെയ്യരുത്. ദ വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതെനിക്ക് റേറ്റ് ചെയ്യാൻ പോലും ഇഷ്ടമില്ല. ഞാൻ ആകെ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഇതെടുത്ത് കളയാനുള്ളതാണ്. ഇത് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യണ്ട. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബോഡി ലോഷൻ ആണ്. ഇത് ചെറി ബ്ലോസം ബോഡി ലോഷൻ. മിസ് ബൂ എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഇതെനിക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊന്നും അറിയില്ല. ഇത് ഞാൻ അനിയൻ നാട്ടിലേക്ക് വന്നപ്പോൾ അവൻ ഇട്ടപ്പോൾ നല്ല മണമായിരുന്നു, അടിപൊളി മണമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ജസ്റ്റ് 99 rupees ഉള്ളൂ. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ഇതിന്റെ മണം കിടിലനാണ്. ബോഡിയിൽ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസിങ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു 10-15 മിനിറ്റിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റും പോയി മണവും പോയി. അപ്പോൾ ഇതൊരു പ്രൈസ് അത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ബട്ട് എനിക്ക് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. തിക്കായിട്ടുള്ളൊരു സംഭവമല്ല. ലൈറ്റ് മോയ്സ്ചറൈസേഷനെ നമുക്ക് തരുള്ളൂ. നിങ്ങളുടെ ഭയങ്കര ഓവർ ഫ്ലേക്കി ആയിട്ടുള്ള സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഫ്ലേക്കി സ്കിന്നാണ്. അത് എസ്പെഷ്യലി കാലില് മുരി പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും. ഐ വുഡ് റേറ്റ് ദിസ് 7 out of 10 ഓൺലി ഫോർ ദിസ് സ്മെൽ. അടുത്തതും എഗെയിൻ ഒരു മോയ്സ്ചറൈസർ ആണ്. വാസ്ലിന്റെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ട ഹയർ ഡ്യൂയി റേഡിയൻസ് സിറം ഇൻ ലോഷൻ. ഗ്ലൂട്ട ഗ്ലോ ഹൈർലോൺ നയസിനമൈഡ് 10x മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി, നോൺ സ്റ്റിക്കി ആണെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ദിസ് ഇസ് ദ വേഴ്സ്റ്റ് മോയ്സ്ചറൈസർ ഐ ഹാവ് എവർ ട്രൈഡ്. ഇത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി വാങ്ങിച്ചതാണ്. അത്യാവശ്യം വിലയുണ്ട്. ഞാനിത് കുറേ പേര് ഫേസിൽ ഇടണ കണ്ടിട്ടുണ്ട്. ഹൗ യു ഗൈസ്? ഇതെങ്ങനെ നിങ്ങൾ മുഖത്തിടണു? ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സ്മെല്ലാണ്, ഭയങ്കര സ്റ്റിക്കിയാണ്, ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് ഗുഡ് അബൌട്ട് ദിസ്. എനിക്കിതൊരു വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് ഐ വോണ്ട് ബൈ ദിസ് അഗെയിൻ. ഇതിൻ്റെ തന്നെ വേറൊരു റേഞ്ചും കൂടി ഉണ്ട്. ഐ ഡോണ്ട് നോ എന്ത് പറയണമെന്ന് അറിയില്ല. വേഴ്സ്റ്റ് അത്രേ ഉള്ളൂ. റേറ്റ് ചെയ്യാൻ പോലും ഇല്ല. 0 പോലും ഇടാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈനസ് സംതിങ് ആണ് ഇത്. നെക്സ്റ്റ് ഒരു ഷാംപൂ ആണ്. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ആർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ സ്മൂത്ത് ആൻഡ് സെറൻ സൾഫേറ്റ് ഫ്രീ ഷാംപൂ.
claiming definition for frizzy hair and acts for love for our planet. ഇതെനിക്ക് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതും ഇതിൻ്റെ കണ്ടീഷണറും രണ്ടും എൻ്റെ ഹെയറിൽ നന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഇത് നല്ല അടിപൊളി സ്മെല്ല് തരും, നന്നായിട്ട് ഹെയറിനെ മോയ്സ്ചറൈസ് ആക്കും. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ വലിയൊരു ക്യാനിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് ഇപ്പം എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആവുന്നു ആൻഡ് ഐ ഡോണ്ട് ലവ് ദിസ് എനിമോർ. എനിക്കറിയില്ല, ഞാൻ യൂഷ്വലി എപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ ഷാംപൂവിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ചെറിയ സൈസ് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടമായിട്ട് അതിൻ്റെ തന്നെ ബിഗ് സൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഹെയറിന് ഭയങ്കരമായിട്ട് ബാഡാക്കും. ഇനി ഞാൻ ചെറിയ സൈസ് വാങ്ങിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു. എനിക്ക് ഈ വലിയ സൈസിൽ വർക്ക് ആവണേ ഇല്ല, എന്ത് സംഭവമാണാവോ. അപ്പം ഇതിലെനിക്ക് നല്ലതാണെന്നുണ്ട്, നല്ലതല്ലാന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. എനിക്ക് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഹെയറിന് നന്നായിട്ട് വർക്ക് ആയതായിരുന്നു. ഇനി എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. സോ ഐ വുഡ് റേറ്റ് ദിസ് ആൻഡ് ന്യൂട്രൽ 7 out of 10. നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് അങ്ങോട്ട് പീക്കിൽ പോയൊരു സാധനമാണ് റോസ്മേരി. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ഫോർ തിക്ക് ഹെയർ. ദിസ് ഈസ് ജസ്റ്റ് എ ഹൈപ്ഡ് പ്രോഡക്റ്റ്, അത്രയേ ഉള്ളൂ. ഹെയറിലൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസ്ഡ് ഫീലൊക്കെ തരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് തരുന്നുണ്ട്. എപ്പാർട്ട് ഫ്രം മുടി തഴിച്ച് ഇവിടം വരെ വളരാം, പുതിയ ഹെയർ ഗ്രോത്ത് ആവാം, ആ ഒരു സംഭവം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെയും എനിക്ക് റോസ്മേരി വർക്ക് ആയത് ഞാൻ വീട്ടിൽ റോസ്മേരി വെച്ചിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്തു. ഇത് നിങ്ങൾ ഹെയറിൽ ട്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. വൺസ് ഈ ബോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ വിൽ ബി ലൈക്ക് പണ്ടുണ്ടായതിനും ഡബിൾ ആയിട്ട് ഹെയർ ഫോൾ ആവും. അതാണ് എൻ്റെ ഈ മുടി കാണുന്നത്. ഇത് നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കൊന്നും വേണ്ട. റോസ്മേരി ഒരു 50 രൂപയ്ക്കോ 10 രൂപയ്ക്കോ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിട്ടും അത് തിളപ്പിച്ച് വെള്ളമെടുത്ത് സ്പ്രേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത്രയും കാശും ഇല്ലതാനും 225 രൂപ ഈ ബോട്ടിലിന്, എന്നിട്ട് നമ്മുടെ മുടി ഒഴിക്കാനായിട്ട്. ആൻഡ് ഐ വുഡ് റേറ്റ് ദാറ്റ്. അങ്ങനെ നമ്മുടെ ഹെയർ കെയറും ബോഡി കെയറും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് മേക്കപ്പിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു. ദിസ് ഇസ് ലാക്മി 9 to 5 പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പൗഡർ ഫൗണ്ടേഷൻ ആണ്. ഇത് നന്നായിട്ട് അത്യാവശ്യം നമുക്ക് കവറേജ് ഒക്കെ തരുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1 year ആയി ഇത് ഉപയോഗിക്കുന്നു. ആൻഡ് പാൻ ഹിറ്റ് ചെയ്തു. എൻ്റെ ഒരു പ്രോഡക്റ്റും മേക്കപ്പ് പ്രോഡക്ട്സും ഇങ്ങനെ പാൻ ഹിറ്റ് ചെയ്യില്ല. ഇതിൽ നമുക്കൊരു സ്പഞ്ച് തരും ആൻഡ് അത്യാവശ്യം നല്ല കവറേജ് തരും. ഒരു നോർമൽ ഡെയിലി വെയറിനൊക്കെ ഒരു അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ല, ജസ്റ്റ് സൺസ്ക്രീൻ ഇതൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രൈറ്റൻ്റെ ലുക്ക് ഉണ്ടാകും. നന്നായി അടിപൊളി സാധനമാണ്. ആൻഡ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്ട്സ് ഹാവ് എവർ ട്രൈഡ്. ഇതിന് ഒരു അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്കി റേഞ്ചൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ ലാക്മിയുടെ ഈ കോമ്പാക്ട് പോലത്തെ ഫൗണ്ടേഷൻ പൗഡർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഐ വുഡ് റേറ്റ് ദിസ് 9.5. ഓൺലി തിങ് ഇസ് ഇത് നിലത്ത് വീണപ്പം കോമ്പാക്ട് പൊടിഞ്ഞു വന്നു. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് മെബലിൻ്റെ ന്യൂയോർക്ക് ഫിറ്റ് മീ ഫൗണ്ടേഷൻ ഇൻ ദ ഷെയ്ഡ് 330 ടോഫിയാണ്. ഇതെനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ഫൗണ്ടേഷനാണ് ഇത്. ഓൺലി തിങ് ഇസ് ഇത് ഓക്സിഡൈസ് ചെയ്യും. അപ്പം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഫൗണ്ടേഷൻ വാങ്ങുകയാണെങ്കിൽ ഗോ ഫോർ എ 1 shade അപ്പ്. അപ്പം നിങ്ങൾക്ക് ഓക്സിഡൈസ് ചെയ്താലും നിങ്ങളുടെ ഷെയ്ഡ് തന്നെ കിട്ടും. ഇതിടുമ്പോൾ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോണ്ടല്ലോ കറുത്തിരണ്ടിരിക്കും. എൻ്റെ ഷെയ്ഡിൽ ഭയങ്കരമായിട്ട് കറുത്തിരണ്ടിരിക്കും. ആ ഒരു പ്രോബ്ലം എനിക്ക് ഇതായിട്ടുണ്ടായിരുന്നു. എപ്പാർട്ട് ഫ്രം ദിസ് ഇതൊരു അടിപൊളി ഫൗണ്ടേഷൻ ആണ്. ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്, ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. ആൻഡ് മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ് ഇതിനുള്ളത്. ഓൺലി തിങ് ഇസ് ഒരു ഷെയ്ഡ് അപ്പ് പോവാം. ഐ വുഡ് റേറ്റ് ദിസ് 8. ഓക്സിഡൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വന്നിട്ട്. ഈ 2 കാജലാണ്. ഒരെണ്ണം കൊളോസലിൻ്റെ കാജലാണ്, ഒന്ന് ലാക്മിയുടെ കാജലാണ്. രണ്ടും നല്ല കാജൽ തന്നെയാണ്, നല്ല ബ്ലാക്ക് തരുന്നുണ്ട്. ഓൺലി തിങ് ഇസ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. എനിക്ക് ഇതുവരെയായിട്ട് ഒരു കാജൽ സ്പ്രെഡ് ചെയ്യാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഹണ്ടിലാണ് ഞാൻ. ഈ 2 കാജലും അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. കാജലിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, നല്ല ബ്ലാക്ക് ആണ്. ലോങ് ലാസ്റ്റിംഗ് മാത്രം എനിക്കാവുന്നില്ല, നിങ്ങൾക്കാവുന്നുണ്ടോയെന്ന് അറിയില്ല.
അപ്പൊ അതാണ്. ഐ വുഡ് റേറ്റ് ദിസ് 8.5 ഔട്ട് ഓഫ് 10. നെക്സ്റ്റ് ഒരു നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇത് ഡാസ്ലറിന്റെ നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇത് ഭയങ്കരമായിട്ട് എന്താ നീരാവിയായി പോവും. എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട്, പിന്നെ ഇത് ഭയങ്കര മെനക്കെടാന്നേ. ഒരു തുണി എടുക്കണം, കോട്ടൺ എടുക്കണം, ഉരയ്ക്കണം, മൂടി അടയ്ക്കണം. ഇപ്പൊ ഈസിലി നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ ഉണ്ടല്ലോ ഈ നെയിൽ പോളിഷ് റിമൂവിങ് പാഡ്സ് കിട്ടും. അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതിലൊരു 35 പാഡ്സ് ഉണ്ടാകും. ഒരു 10 രൂപ 20 രൂപയുള്ളൂ. അത് നമുക്ക് നന്നായിട്ട് ഒരു 5-10 എണ്ണം ഏതെങ്കിലും പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നന്നായിട്ട് ഉണ്ടാകും. പിന്നെ ഒരു ട്വിസ്റ്റിംഗ് നൈക്കയുടെ ആണോ അതോ സ്വിസ് ബ്യൂട്ടി ഇൻസൈറ്റിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു ട്വിസ്റ്റ് ചെയ്യണ സംഭവം. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഹാൻഡിയാണ്. ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ലത്. ഒന്നാമത്തെ സാധനം ഇവോപ്പറേറ്റ് ചെയ്ത് പോകും, അത് വേറൊരു സംഭവം. പിന്നെ തുണി എടുക്കണം, മൂടി അടച്ചു വെക്കണം, ഭയങ്കര മെനക്കെടാം. ഐ വുഡ് റേറ്റ് ദിസ് 3 ഔട്ട് ഓഫ് 10. ഒരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ ആദ്യമായിട്ട് ഒരു 1000 രൂപ ഒക്കെ ഒരു ലിപ്സ്റ്റിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. ഫേസസ് കാനഡ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ കോയമ്പത്തൂർ ഒരു മാളിൽ പോയപ്പോൾ അവിടെ കുറേ പേര് ഇങ്ങനെ ഇരിക്കില്ലേ, നമുക്ക് ബ്രാൻഡ്സിന്റെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ചേച്ചി എന്നെ കൺവിൻസ് ചെയ്ത് ഇരുത്തി ട്രൈ ചെയ്യിപ്പിച്ച ഒരു ലിപ്സ്റ്റിക് ആണിത്. എനിക്ക് അവിടുത്തെ ആ ലൈറ്റിന്റെ കടിയിൽ ഇട്ടപ്പോൾ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ വീട്ടിൽ വന്ന് നോക്കി ഇട്ടപ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കളറാണ്. പിന്നെ 1000 രൂപക്ക് ഒരു ലിപ്സ്റ്റിക്കിന് വാങ്ങിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആവണ്ടേ. ഇത് ലോങ് ലാസ്റ്റിംഗും അല്ല, ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് പോകും, തുടച്ചു കഴിഞ്ഞാൽ പരക്കുക. അയ്യോ, എങ്ങനെയൊക്കെയോ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ലെന്ന് വെച്ചിട്ട് ഉപയോഗിച്ച് തീർത്തതാണ്. കണ്ട. ആൻഡ് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. ഈ റേഞ്ച് ഞാൻ ഇതുവരെയും ഓൺലൈനിൽ കണ്ടിട്ടില്ല, എനിക്കൊട്ടും ഇഷ്ടമായില്ല. ഇതിലും അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ തന്നെ 200 രൂപ 300 രൂപ മാസിന്റെ തന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യാം. ഇതൊരു 0 ഔട്ട് ഓഫ് 10 ആണ്. നെക്സ്റ്റ് എഗെയിൻ ഒരു പാളിപ്പോയ ലിപ്സ്റ്റിക് ആണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ആക്ച്വലി. ഗുഡ് വൈബ്സിന്റെ പ്രോഡക്ട്സ് വാങ്ങിച്ചപ്പോൾ പർപ്പിളിൽ നിന്ന് ഫ്രീ കിട്ടിയാണ്. ഇത് ഗുഡ് വൈബ്സിന്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇതിന്റെ കളറ് പോട്ടെ, അത് നമുക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ബട്ട് ഇതിന്റെ കൺസിസ്റ്റൻസി കാണണം നിങ്ങൾ. നോക്കി, കളർ നോക്കണ്ട, കളർ നമുക്ക് ഫ്രീ കിട്ടിയതാണോ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ലിപ്സ്റ്റിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്തോ ലിപ്പ് ഓയിൽ ഇട്ട കണക്കിനാ. ഇത് മാറ്റിഫൈ ചെയ്യുന്ന പറഞ്ഞിട്ട് ഉണങ്ങാനായിട്ട് ഇത് 10-15 മണിക്കൂർ എടുക്കണം ഉണങ്ങാനായിട്ട്. അപ്പോഴത്തേക്ക് എന്താ ഞാൻ മെഴുകി കാണും, അല്ലെങ്കിൽ സ്മഡ്ജായി കാണും. ഇത് മാറ്റിഫൈ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല. ഇതിന് റേറ്റ് ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഇത് ഷെയ്ഡ് പോവട്ടെ, നമുക്ക് എന്തെങ്കിലും ഡാർക്ക് ലിപ്സ്റ്റിക് വെച്ചിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ബട്ട് ഇട്ട് കഴിഞ്ഞാൽ നോക്കി, ഇത്ര നേരമായി ഞാൻ ഇട്ടിട്ട്, കണ്ട മാറ്റിഫൈ ചെയ്യണ സംഭവം. ഇനി എന്തിട്ട് ഞാൻ ചെയ്യണ്ടേ? ഇതിനെ ഞാൻ എങ്ങനെ റേറ്റ് ചെയ്യുന്നു നിങ്ങൾ പറ. സോ ഇറ്റ്സ് നെഗറ്റീവ് ഫോർ മീ. പിന്നെ എൻ്റെ ഒരു നിങ്ങളുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിരിക്കും ഈ ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനർ ആണ്. വാട്ടർ റെസിസ്റ്റന്റ് ഐലൈനർ ആണ്. ഇത് കിഡിലൻ ഐലൈനർ ആണ്. ഇത് ചെറുപ്പം മുതലേ ഞാൻ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈനറാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. ഇതിന്റെ വോണ്ടും കിഡിലാണ്, കൺസിസ്റ്റൻസി കിഡിലാണ്, കളറും അടിപൊളിയാണ്. 100 ഔട്ട് ഓഫ് 10. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അതായിരുന്നു ലാസ്റ്റ് പ്രോഡക്റ്റ്. അങ്ങനെ നമ്മുടെ ഒരു ഗംഭീര empty haul വീഡിയോ കഴിഞ്ഞേക്കാണ്. 3 പാർട്ടായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. ആൻഡ് ഐ ആം സോ താങ്ക്ഫുൾ ഫോർ യു ഗൈസ്. ഒരു മടുപ്പില്ലാണ്ട് കണ്ടേന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ യു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി ഞാൻ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് പ്രിസൈസ് ആയിട്ട് 2 months once അല്ലെങ്കിൽ 3 months once ഈ കണ്ടന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഈ ഒരു കുട്ടി വീഡിയോ. ഈ ഒരു സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും